ആഫ്രിക്കയിൽ ജന്മമെടുത്ത ആദിമ മനുഷ്യന്റെ യാത്രകൾ ആരംഭിച്ച അന്നു മുതൽ തന്നെ കാലങ്ങളായി മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന അതേസമയം വേട്ടയാടുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് നമ്മുടെ ഈ പ്രപഞ്ചം? അതിനുള്ള ഉത്തരങ്ങൾ തേടി പതിറ്റാണ്ടുകളായി മനുഷ്യൻ പല യാത്രകളും നടത്തുകയുണ്ടായി. നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും നമ്മൾ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്ന സമയം ഈ കൊച്ചു ഭൂമി എത്ര ഭീമാകാരമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആധുനിക ടെലിസ്കോപ്പിലൂടെ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയം നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു കാഴ്ചയാകും നമ്മൾ കാണുക. നമ്മുടെ ചുറ്റുമുള്ള ദൃശ്യപ്രപഞ്ചം, അതായത് ഒബ്സർവബിൾ യൂണിവേഴ്സ്, അതിലുള്ള ഓരോ വസ്തുവിനെയും കാണുമ്പോൾ നമ്മുടെ ഭൂമി എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രനാണ്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ അത്രയും വലുപ്പമുണ്ടായിരുന്ന ടിയ എന്ന മറ്റൊരു ഗ്രഹവുമായി ഭൂമി കൂട്ടിയിടിക്കുകയുണ്ടായി. ഈ കൂട്ടിയിടിയുടെ ബാക്കി പത്രമായാണ് ചന്ദ്രൻ രൂപം കൊണ്ടത് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിഗമനം. മനുഷ്യന് ഇന്നുവരെ അവന്റെ പാദമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ച ഏക ആകാശഗോളവും ചന്ദ്രൻ തന്നെ. ഭൂമിയിൽ നിന്നും ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ തുടർച്ചയായ 6 ദിവസത്തെ സഞ്ചാരത്തിനൊടുവിൽ നമുക്ക് ചന്ദ്രനിൽ എത്തിച്ചേരുവാനായി സാധിക്കും. ഒരിക്കൽ ചന്ദ്രനിൽ തൻ്റെ പാദമുദ്ര പതിപ്പിച്ച മനുഷ്യന്റെ അടുത്ത ലക്ഷ്യം ചൊവ്വയായിരുന്നു. അവിടെ ജീവനുണ്ടോ എന്നറിയുവാനായി പതിറ്റാണ്ടുകളായി തന്നെ മനുഷ്യൻ പരിശ്രമങ്ങളും നടത്തുന്നു. ഏകദേശം 300 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയെപ്പോലെ നദിയും പുഴയും ഇടിയും ഇടിമിന്നലും കാർമേഘങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ചൊവ്വ. അവിടെ എവിടെയെങ്കിലും ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നുണ്ടാകാം എന്ന പ്രതീക്ഷയിൽ മനുഷ്യൻ അനേക ദൗത്യങ്ങളും ആരംഭിക്കുകയുണ്ടായി. വൈക്കിങ്ങും പാത്ത് ഫൈൻഡറും ക്യൂരിയോസിറ്റിയും ഇന്ത്യയുടെ സ്വന്തം മംഗൾയാനും അങ്ങനെ പല പേടകങ്ങൾ ചൊവ്വയിലെത്തിയെങ്കിലും ഇന്നുവരെ ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്തുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്തില്ല. ചൊവ്വയും കടന്ന് പിന്നെയും നമ്മൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചതിൽ തന്നെ ഏറ്റവും മഹാദൗത്യമായ വോയേജർ 1 നമുക്ക് എത്തിച്ചേരാം. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദൂരത്തിൻ്റെ 164 മടങ്ങ് അകലെയാണ് ഇന്ന് വോയേജർ. 1977 ഭൂമിയിൽ നിന്നും പറന്നുയർന്ന ഈ പേടകം അതിൻ്റെ യാത്രാമധ്യേ പുറം തിരിഞ്ഞു നിന്ന് ഭൂമിയുടെ അതിമനോഹരമായ ഒരു ചിത്രവും പകർത്തുകയുണ്ടായി. കറുത്തിരുണ്ട ആകാശത്ത് ഒരു കൊച്ചു നീല വജ്രത്തെ പോലെ. വോയേജറും കടന്ന് പിന്നെയും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഐസ് പാളികളാൽ നിർമ്മിതമായ ഒരു മേഘത്തിൽ നമുക്കെത്തിച്ചേരാം. ഈ മേഘമാണ് ഊട്ട് ക്ലൗഡുകൾ. ഏകദേശം 2 മുതൽ 3 പ്രകാശവർഷങ്ങൾ വലിപ്പമുള്ള ഈ ക്ലൗഡുകൾ താണ്ടണമെങ്കിൽ അനേകം വർഷങ്ങൾ തുടർച്ചയായി സഞ്ചരിക്കേണ്ടതായുണ്ട്. അങ്ങനെ ഊട്ട് ക്ലൗഡുകളും താണ്ടി ഒരിക്കൽ പുറത്തെത്തുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുക സൂര്യനെപ്പോലുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അവയെ വലയം വയ്ക്കുന്ന അനേകം കോടി ഗ്രഹങ്ങളെയുമാകും. ഒരു പക്ഷേ അവയിൽ പലതിലും ജീവനും ഉണ്ടായിരിക്കാം. നമ്മൾ അവയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതിനർത്ഥം പ്രപഞ്ചത്തിൽ ജീവനുള്ള ഒരേയൊരു ഗ്രഹം ഈ കൊച്ചു ഭൂമി മാത്രമാണ് എന്നതല്ല. നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണെങ്കിൽ നമ്മുടെ സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രകാശ വേഗതയിൽ 4.24 വർഷം തുടർച്ചയായി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരുവാനായി സാധിക്കുകയുള്ളൂ. ഈ യാത്ര അവിടെയും അവസാനിക്കുകയില്ല. പതിയെ പതിയെ നമ്മൾ നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ അതിരുകളിലെത്തും. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ വ്യാസം എന്നത് 1,00,000 പ്രകാശവർഷത്തോളമാണ്. നമ്മുടെ സൗരയൂഥം ഈ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും 27,000 പ്രകാശവർഷങ്ങൾ അകലെയും. നമ്മുടെ ഗാലക്സി ഒന്ന് ചുറ്റുവാനായി മാത്രം പ്രകാശ വേഗതയിൽ നമ്മൾ 23,000 വർഷങ്ങൾ സഞ്ചരിക്കേണ്ടതായുണ്ട്.
ഈ യാത്ര ഒരിക്കലും അവിടെയും അവസാനിക്കുകയില്ല. പിന്നെ നമ്മൾ യാത്ര തുടരുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സീനെ പോലുള്ള 54 ഗാലക്സികൾ ചേരുന്ന ലോക്കൽ ഗ്രൂപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഈ ഗ്രൂപ്പ് ഒന്ന് കടക്കുവാനായി മാത്രം 1,00,00,000 വർഷത്തോളം പ്രകാശവേഗതയിൽ നമ്മൾ യാത്ര ചെയ്യേണ്ടതായുണ്ട്. ആ യാത്ര പിന്നെയും തുടരുകയാണെങ്കിൽ 2000-ഓളം ഗാലക്സികൾ ചേരുന്ന വിർഗോ സൂപ്പർ ക്ലസ്റ്ററിലും നമുക്ക് എത്തിച്ചേരാം. പിന്നെയും ഇതേ യാത്ര മുൻപോട്ട് പോവുകയാണെങ്കിൽ 1,00,000 ഗാലക്സികൾ അടങ്ങുന്ന ലെനേക്ക സൂപ്പർ ക്ലസ്റ്ററിലേക്കും നമ്മൾ എത്തിച്ചേരും. നമ്മൾ ഓരോന്നും കടന്ന് യാത്ര മുൻപോട്ട് തുടരുമ്പോൾ ആദ്യം വിവരിച്ചതെല്ലാം ഓരോ മണൽത്തരി പോലെ ചെറുതായി വരുന്നതും നമുക്ക് കാണുവാനായി സാധിക്കും. അങ്ങനെ ഈ യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിച്ചേരുക ഒബ്സർവബിൾ യൂണിവേഴ്സ് അഥവാ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അതിർത്തികളിലേക്കാണ്. ഇതിനെ ഇങ്ങനെ വിളിക്കുവാനുള്ള കാരണം, നമുക്ക് ഭൂമിയിൽ നിന്നും ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അവിടെ നിന്നുമുള്ള പ്രകാശം ഇവിടെ എത്തിച്ചേരേണ്ടതായുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന പ്രകാശത്തിൻ്റെ കിരണങ്ങളുടെ അതിർത്തിയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. അതിന് പുറത്തു നിന്നുമുള്ള ഒരു പ്രകാശവും ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല. ഇനി ഒരു കാലത്ത് ഒരുപക്ഷെ എത്തിച്ചേരുവാനും സാധ്യതയില്ല. കാരണം പ്രപഞ്ചം വികസിക്കുന്നത് പ്രകാശത്തെക്കാൾ വേഗതയിലാണ്. പ്രകാശത്തെക്കാൾ വേഗതയിൽ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ കൂടി കടന്നു വരുന്ന പ്രകാശം ഒരിക്കലും നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുവാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ചോദിക്കുവാണ്.